ചിലർക്കുള്ള സംശയം, ഈ ഹസ്തരേഖ ശാസ്ത്രം ശരിയാണോ? ഈ ഹസ്തരേഖ ശാസ്ത്രം മാത്രമല്ല, ഈ മുഖലക്ഷണം വെച്ചിട്ട്, ജ്യോതിഷം, ജാതകം വെച്ചിട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഭാവി പറയും. ഇതെല്ലാം പറയുന്നവരുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഒരു ആത്മവളർച്ച നേടിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ജ്ഞാനം ലഭിക്കുന്ന ഒരു വ്യക്തി ഇതിന്റെയൊക്കെ പിറകിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവന്റെ ആത്മാവിനെ അവൻ തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ ആത്മാവിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ലെവലിലേക്ക് എത്തിയാൽ പിന്നെ ഇതിലോട്ടൊന്നും ആ മനസ്സ് വരൂല. ഇപ്പം എന്നെ വിളിക്കുന്ന പലരും, നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ട് മുതലേ എന്തോ ഇതിലോട്ടൊന്നും വലിയ താല്പര്യം ഫീൽ ചെയ്യില്ല. എല്ലാവരും ഇതൊക്കെ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഭാവി അറിയാൻ പറ്റും, ഇതൊക്കെ പറഞ്ഞെല്ലാം കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞാലും പണ്ട് മുതലേ ചിലരുടെ മനസ്സിൽ ഇതിലൊരു വിശ്വാസം കാണൂല. ഇതാരും പഠിപ്പിച്ചിട്ട് ഇത് കള്ളമാണെന്ന് സയന്റിഫിക്കായിട്ട് തെളിഞ്ഞുകൊണ്ടൊന്നും അല്ല നമുക്ക് പലർക്കും വിശ്വസിക്കാൻ തോന്നാത്തത്. കാരണം നമ്മുടെ ആത്മാവ് ജന്മനാൽ കുറച്ച് വളർച്ച വന്നതുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഇതിന്റെയൊക്കെ പിറകെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയ ആത്മാവായിരിക്കും. പക്ഷെ ഈ ജന്മത്തിൽ കുറച്ച് വളർന്നതുകൊണ്ട് ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തോട്ട് പല കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിവ് വന്ന ആത്മാവായതുകൊണ്ടാണ് ഈ ബാലിഷ്യമായ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും വിശ്വാസം വരാത്തത്. ഇതൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ കൈരേഖ, ഈ രേഖയൊക്കെ ശരിക്കും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും തെളിയിക്കുന്ന രേഖകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്ത് മനുഷ്യർക്ക് ഈ ആത്മാവ് എന്താണെന്നോ അവന്റെ ഉള്ളിലൂടെ ആ ദൈവത്തെ അറിയാനോ ഒന്നും യാതൊരു മാർഗമോ ഒന്നുമില്ല. അവന്റെ ഭാവി അറിയാൻ മാർഗമില്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ ഈ ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നടക്കുന്നത് പോലെയുള്ള ഈ തത്തയെ കൊണ്ട് കാർഡെടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ നമ്മൾ തന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലക്ഷണം പറയുന്ന പരിപാടി, ഇതൊക്കെ നമ്മുടെ ആത്മാവിലൂടെ നമുക്കൊരു ഇൻഫർമേഷൻസ് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യ സമൂഹത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ശാസ്ത്രത്തിന് യാതൊരു വികസനവും വന്നിട്ടില്ല. അപ്പൊ ഭൂമിയെക്കുറിച്ച് അറിഞ്ഞൂടാ, പ്രപഞ്ചത്തിന്റെ വലിപ്പം അറിഞ്ഞൂടാ, ഈ നക്ഷത്രങ്ങൾ എന്താണ്, ഗ്രഹങ്ങൾ എന്താണ്, ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ എന്റെ ഇവിടെ ഉണ്ട്. പക്ഷെ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതനുസരിച്ച് ശരിക്കും മനുഷ്യർക്ക് കുറെ യാഥാർത്ഥ്യ ബോധങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ പലരും പണ്ടത്തെ കാലത്തൊക്കെ ഈ അമാനുഷികമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏലിയൻസ്, അപ്പൊ അവരൊക്കെ അമാനുഷികരാണ്. വേറെ ഗ്രഹങ്ങളിൽ നിന്നും അവരുടേതായിട്ടുള്ള വാഹനത്തിൽ ഭൂമിയിൽ വന്ന് പല അത്ഭുത കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഇവരൊക്കെ മനുഷ്യരുടെ കണ്ണിൽ ദൈവങ്ങളാണ്. ശരിക്കും ദൈവം എന്താണെന്നോ, ദൈവത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ ആ പ്രകൃതി എന്താണെന്നോ, പ്രകൃതിയുടെ വലിപ്പം എന്താണെന്നോ ഒന്നും അറിയാത്ത കാലത്ത് മനുഷ്യൻ അതീതമായി, അവന്റെ ബുദ്ധിക്ക് അതീതമായും അവന്റെ ശക്തിക്ക് അതീതമായും കാണുന്നതിനെയൊക്കെ മനുഷ്യൻ ദൈവം എന്ന് വിളിക്കാൻ തുടങ്ങി. തെറ്റൊന്നുമില്ല, കാരണം അത്രയിലെ മനുഷ്യന്റെ ബുദ്ധിക്ക് വളർച്ചയുള്ളൂ. പക്ഷെ ശാസ്ത്രം വികസിച്ച് വന്നു, ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം വേദഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റിൽ നിന്നൊക്കെ സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. പണ്ട് എഴുത്തും വായനോ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഗുരു എന്തെങ്കിലും പഠിച്ചിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്നതേ ജനങ്ങൾക്കറിയാവും. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കയ്യിലെ ഈ രേഖകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാറ്റങ്ങളും നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ രേഖകളിലൂടെയൊക്കെ പ്ലാൻ ചെയ്താണ് ഈ ദൈവം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് പണ്ട് മനുഷ്യനെ അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൂടാ. ചുരുട്ടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടായി വരുന്ന മടക്കുകളാണ് ഈ രേഖകളെന്നാണ് പഠിച്ചു വെച്ചിരുന്നത്. പക്ഷെ ചില അദൃശ്യ ശക്തികളാണ് മനുഷ്യന് പറഞ്ഞു കൊടുത്തത്, ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ചില വകുപ്പുകളുണ്ടെന്ന് ചില അദൃശക്തികൾ അല്ലെങ്കിൽ ഏലിയൻസ് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു സംഗതി, ഇതൊരു ശാസ്ത്രം ശരിക്കും ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വന്നത്. അപ്പൊ ഇതിൽ സത്യമുണ്ടോ എന്ന് വെച്ചാൽ സത്യമുണ്ട്, പലർക്കും ഇങ്ങനെ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷമാണെങ്കിലും ഗ്രഹങ്ങളുടെ നില വെച്ചിട്ടും മറ്റ് ഗ്രഹങ്ങളിൽ വസിക്കുന്ന ദേവീദേവന്മാരുടെ സ്വാധീനമാണ് സകല മനുഷ്യർക്കും പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലുള്ള പലർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ ഈ മറ്റ് ഗ്രഹങ്ങളിലുള്ള നമ്മുടെ ചുറ്റും നിൽക്കുന്ന അദൃശ്യ ശക്തികളുടെ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഈ ജ്യോതിഷം. പക്ഷെ ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അറിവനുസരിച്ചും നമ്മുടെ ജ്ഞാനം അനുസരിച്ചും നമുക്ക് നമ്മുടെ ജീവിത രീതിയും ശൈലിയും മാറ്റം വരുത്തിയിട്ട് ഇതിനെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ വിധിയും എല്ലാം മാറ്റിയെടുക്കാം. കഴിഞ്ഞ ജന്മങ്ങളിലൂടെ നമ്മൾ ജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി എന്നോണം ആണ് നമ്മുടെ ഈ ജന്മത്തിൽ ജനനം വരുന്നത്. അപ്പൊ നമ്മുടെ കൈരേഖയിലും ഒക്കെ ആ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി ഇനി ഈ ജന്മത്തിൽ എന്തൊക്കെയായിരിക്കണം എന്നതാണ് ഈ രേഖകളിലൂടെ നമ്മൾ ജനിക്കുന്നത്. പക്ഷെ നമ്മൾ ജനിച്ചതിന് ശേഷം ഈ വിധ അറിവും കാര്യങ്ങളും ലഭിച്ചിട്ട് നമ്മുടെ വിധി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ മാറ്റി കൊണ്ടുപോകുമ്പോൾ രേഖകളിലും വ്യത്യാസം വരും. ഹസ്തരേഖ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, രേഖകൾ മാറിക്കൊണ്ടിരിക്കും.
നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ക്രമേണ അതിനൊക്കെ മാറ്റം വരുന്നു. പുതിയത് പൊടിച്ചു വരുന്നു, ഉള്ളത് മാഞ്ഞു പോകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണ്? നമുക്ക് വരുന്ന മാറ്റം അനുസരിച്ചിട്ട് മാറും. അപ്പൊ നമുക്ക് എത്രത്തോളം മാറ്റം വരണം, മാറണോ വേണ്ടയോ, ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. പക്ഷെ അതിനെന്താണ് വേണ്ടത്? ഈ വിധ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തെ കുറിച്ചിട്ട് അറിവ് വേണം. അപ്പൊ ഇന്ന രേഖയുള്ള ഒരു വ്യക്തിക്ക് കല്യാണത്തിന് തടസ്സമുണ്ട്. നമുക്ക് കല്യാണ തടസ്സം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ കാണിച്ച എന്തോ തടസ്സത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ജന്മത്തിൽ വിവാഹ തടസ്സം എന്ന് വരുന്നത്. അപ്പൊ ആ തടസ്സത്തിന്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കാണിച്ച എന്തോ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് ഈ ജന്മത്തിലും അതിന്റെ ബാക്കി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ എന്തെങ്കിലും അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ തടസ്സങ്ങൾ തന്നെ മാറിക്കിട്ടും. അല്ലാതെ ഇത് അതേപോലെ നടക്കണം എന്നും പറഞ്ഞ് നമ്മൾ രേഖകൾ കണ്ടും കൊണ്ട് ഇത് നമ്മുടെ ജന്മം ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, നമ്മുടെ ഭാവി ഇങ്ങനെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പോയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഇതിൽ വിശ്വസിക്കാതെ ഞാൻ സ്വതന്ത്രനാണ്, എനിക്കിത് ഇന്ന് മാറി ജീവിക്കണം, എനിക്ക് മാറി കാണിക്കണം എന്നുള്ള മനസ്സ് വെച്ചിട്ട് നമ്മൾ തന്നെ മാറാൻ ശ്രമിച്ചാൽ നമ്മുടെ രേഖകളും മാറും. ജ്യോതിഷം, ഗ്രഹങ്ങളുടെ സ്വാധീനം, അതിനൊക്കെ നമുക്ക് മാറ്റം വരും. ഗ്രഹങ്ങളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹത്തെയും നിയന്ത്രിക്കുന്ന, ഭൂമിക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരു ദൃശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി ദേവി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ശക്തിയാണ് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഭൂമി എന്നല്ല, ചന്ദ്രനെയും സകലമാന ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തിയും ആ ശക്തിയോടനുബന്ധിച്ച് നിൽക്കുന്ന അനേക ദൃശക്തികളുമുണ്ട്. അപ്പൊ എവരാണ് ഒരാൾ ജനിക്കുമ്പോൾ അവന്റെ ജനനത്തെ അതാത് ലെവലിൽ അതാത് കാലഘട്ടത്തിൽ സ്വാധീനിച്ച് അവന്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ മാറ്റം അനുസരിച്ച്, നമ്മുടെ രീതികൾ മാറുന്ന അനുസരിച്ച് എവർ നമ്മളെ നിയന്ത്രിക്കുന്ന പ്ലാനിലും മാറ്റം വരുത്തും. അതേസമയം നമ്മൾ അതേപോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരതേപോലെ നിയന്ത്രിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇതൊക്കെ മാറ്റാനുള്ള വഴികളാണ് ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിത്തരാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ അൾട്ടിമേറ്റ് ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവം വിളിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് മാറിയാൽ നമ്മുടെ ആ വ്യവസ്ഥ എപ്പോഴാണോ നമുക്ക് മനസ്സിലാകാം. അപ്പൊ എന്റെ മെസ്സേജിൽ കേൾക്കുന്ന പലർക്കും ഇപ്പൊ ആ വ്യവസ്ഥകളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ വ്യവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജന്മങ്ങൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യം കൂടി തിരിച്ചറിയണം. എല്ലാ ജന്മങ്ങളും തരുന്നത് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് ആ പ്രകൃതിയായിട്ട് മനസ്സിലാക്കി എത്തേണ്ട രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ജന്മങ്ങൾ. ഈ ജന്മത്തിൽ നമ്മൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ആ പോകേണ്ട രീതിയിൽ അല്ലെങ്കിൽ വരേണ്ട രീതിയിൽ നമ്മൾ കറക്റ്റാ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. അടുത്ത ജന്മത്തിന്റെ ആവശ്യവും വരുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു, കണ്ടെത്തി കഴിഞ്ഞു, പ്രകൃതി വ്യവസ്ഥകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് പാലിച്ചു തുടങ്ങിയെങ്കിൽ നമ്മുടെ വിധിയും കാര്യങ്ങളെല്ലാം താനെ മാറും. പിന്നെ രേഖയോ അതോ ഇതോ നോക്കിയിടത്ത് കാര്യമില്ല. പക്ഷേ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ പുറകെ പോയേ പറ്റൂ, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പക്ഷെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യം വരുന്നില്ല, തിരിച്ചറിവ് കിട്ടിയല്ലോ. പിന്നെ ഈ മെയിനായിട്ടും നമ്മൾ ഈ ഹസ്തരേഖയും അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷവും ജാതകവും ഇതൊക്കെ വെച്ച് ഈ ടാരോട്ട് റീഡിങ് ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നതേ മെയിനായിട്ടും ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും മാറി സുഖജീവിതം ഭൂമിയിൽ കിട്ടുമോ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതിന്റെയൊക്കെ പുറകെ ആശ്രയിക്കുന്നത്. അല്ലാതെ അവനവന്റെ ആത്മനിയോഗം എന്താണെന്നോ പ്രകൃതിയുടെ വ്യവസ്ഥകൾ എന്താണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്ത് പാലിച്ചാലാണ് നമ്മൾ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നത് എന്നറിയാനല്ല നമ്മളെല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ശിശുക്കൾക്ക് ഈ ഭൂമിയിൽ ഒത്തിരി സുഖം കിട്ടി മരണം വരെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. അല്ലാതെ മോക്ഷമാർഗങ്ങളല്ല ഈ വിധ കാര്യങ്ങൾ. ഹസ്തരേഖയിലൂടെയൊന്നും ആരും മോക്ഷം ലഭിക്കാനുള്ള മാർഗം ഹസ്തരേഖയിലൂടെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നുമില്ല, അതിനെക്കുറിച്ച് ശ്രമിക്കാറുമില്ല. കാരണം എല്ലാവർക്കും അറിയേണ്ടത് പ്രശ്നങ്ങൾ എങ്ങനെ മാറിക്കിട്ടും, സുഖം കിട്ടുവോ, പണം കിട്ടുവോ, തടസ്സങ്ങളെല്ലാം മാറുമോ, ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ആശ്രയിക്കുന്നത്. ഇതേ ശരിക്കും പറഞ്ഞ ആത്മവളർച്ചയുടെ ഇല്ലായ്മയാണ്. നിങ്ങൾ ഇതിന്റെ പുറകെ പോകാതെ അവനവന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് എന്റെ ആത്മാവ് എന്ത് നിയോഗത്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, എന്ത് കർമ്മമേഖലയാണ് എനിക്ക് ദൈവം അല്ലെങ്കിൽ എന്റെ ആത്മാവിനെ ഈ ജന്മത്തിൽ വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ ജീവിതവും ശരിക്കും ആ വ്യവസ്ഥയിൽ പോയാൽ ബാക്കി ഭൗതിക കാര്യങ്ങളെല്ലാം താനെ നിമിത്തത്തിലൂടെ സാഹചര്യത്തിലൂടെ ഓക്കെ തന്നെ വരും. പിന്നെ ഇങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ പിറകെ നമ്മുടെ ഭാവി അന്വേഷിക്കാനൊന്നും അങ്ങനെ പോകേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സൃഷ്ടാവ ദൈവത്തെ പഠിപ്പിക്കുന്ന മതങ്ങളിൽ ഇതിന്റെ പിറകെ പോകുന്നത് തെറ്റ് എന്ന് പഠിപ്പിക്കുന്നത്. കാരണം ഇതിന്റെയൊക്കെ പിറകെ പോയാൽ നിങ്ങൾ പിന്നെയും ശിശുക്കളെ തന്നെ പോവുകയല്ലേ. അതുകൊണ്ടാണ് ഇതിന്റെ പിറകെ പോവല്ലേ എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊന്നും മഹാപാപമൊന്നുമല്ല. എന്നും നിങ്ങൾ നഴ്സറി ക്ലാസ്സിലോ പ്ലേ ക്ലാസ്സിലോ ഇങ്ങനെ കളിച്ച് നടക്കുന്നു എന്നേ വരുള്ളൂ. ഒരിക്കലും വളർന്ന് വലുതായി വരൂല. അപ്പൊ ആത്മീയമായി വളർന്ന് ദൈവത്തെ മനസ്സിലാക്കി അതിലോട്ട് പോകാൻ
ഉള്ള വ്യക്തികളാരും ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങളുടെ പിറകെ പോയി ഈ ഭൂമിയിലുള്ള സുഖം അന്വേഷിച്ച് അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറ്റാനുള്ള വഴികൾ മാത്രം അന്വേഷിച്ച് പോകുന്ന ഈ മാർഗം ആവശ്യമില്ല. ദൈവത്തെ അന്വേഷിക്കൂ, അവനവന്റെ ആത്മാവിനെ തിരിച്ചറിയൂ, ഞാൻ ആരെന്ന സത്യം കണ്ടെത്തൂ. ഇതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോളും. പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമേ ഇവിടെ വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.